ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൽ എന്റെ പ്രിയൻ എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാം പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ദൈവത്തോടുള്ള കടമ മറക്കരുത്. ആരാധനയാണ് നിന്റെ അഭിഷേകം എന്ന് മറക്കരുത്. ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നിന്ന് നമ്മുടെ നിയോഗങ്ങൾ പറയാതെ നിനക്ക് സ്തുതി, ആരാധന, മഹത്വം, തമ്പുരാനെ നിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് 3 മിനിറ്റ് 180 സെക്കൻഡ് എന്നെങ്കിലും ഒരു നിയോഗം പറയാതെ ദൈവസന്നിധിയിൽ നിന്ന് ആരാധിച്ചിട്ടുണ്ടെങ്കിൽ തരവില്ല. ആരാ നിന്റെ ധനമെന്ന ചോദ്യത്തിന് എനിക്ക് തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ അമ്മ പ്രൊഫസ് ചെയ്തൊരു സത്യമാണ്. എന്റെ 12ാമത്തെ ചെറുക്കനേക്കാൾ അങ്ങാണ് നിന്റെ ധനം. ദൈവമാണ് എന്റെ ധനമെന്ന് ഒരു ജനത പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് കൊടുത്ത എല്ലാ മഹത്വവും ഇറങ്ങി വരും. ദൈവമാണ് എന്റെ ധനമെന്ന് 2.5 വർഷം ജനതയുടെ മുമ്പിൽ ഏറ്റു പറഞ്ഞപ്പം 17 വർഷം തലകുത്തി നടന്നിട്ട് നടക്കാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന.